ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മഴ ദിവസമാണ്, അതും ഒരു ഈവനിങ് വ്ളോഗ്. കേട്ടാടാ ആ മഴയുടെ ശബ്ദം? എന്താ ഫീലാണല്ലേ. അതൊക്കെ വിട്, നമുക്ക് കുറച്ച് നൂഡിൽസ് കഴിക്കാം. ആ ശബ്ദത്തിലേ അപ്പോൾ ഉമ്മത്തിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തും കൊണ്ടുപോയതാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയതിനെ കുറച്ച് ഉപ്പുമുളകൊക്കെ കൂടുതലാണ്, അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചെന്നത്. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, കുറച്ച് പ്രോയാണ് അത് വെറുതെ കേട്ടാ. പിന്നെ ഞാൻ വേഗം നിസ്കരിച്ചു. മരുഭായിരുന്നു, അതുകൊണ്ട് വേഗം നിസ്കരിച്ച് സലാത്തൊക്കെ ചൊല്ലിയിട്ട് ഖുറാൻ ഓതാനായിരുന്നു. ഖുറാൻ ഓതാൻ എനിക്ക് അത്യാവശ്യം അധികം മടിയില്ല, എന്നാലും ഞാൻ ഓതാറുണ്ട്. പിന്നെ എനിക്ക് മദ്രസയിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് പഠിത്തമൊക്കെ ഉണ്ടോ അങ്ങനെ വിചാരിക്കില്ലേ? ഗായ്സ്, എനിക്ക് പഠിത്തമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ബുദ്ധി തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മദ്രസയിലെ പരീക്ഷയും കൂടി അടുത്തുകൊണ്ട് ഞാൻ പറയില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴേ പഠിച്ചു തുടങ്ങി. ആ സമയത്ത് അധികം തല പുകയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാഠം വായിക്കാനും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനും പാഠം വായിച്ച് വിടാനും ഉണ്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനത്തെ പരിപാടികളുണ്ട്. ഞാൻ വേഗം തന്നെ അതൊക്കെ ചെയ്തു തീർത്തു. പിന്നെ എനിക്ക് ഹോംവർക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് ചെറിയൊരു വർക്ക്സൊന്നും അധികമൊന്നും ഉണ്ടായില്ല. നാളത്തേക്ക് വേണ്ടിയിട്ടൊരു ചെറിയ സാധനം ചെയ്ത് കൊടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഒരു ഹിന്ദിയിലെ ഒരു വർക്കാണ്. ഒരു ആൽബം ഉണ്ടാക്കാൻ, മീൻസ് ഒരു ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒരു ആൽബം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ പണി. എന്ന് വെച്ചാൽ നാളെയാണ് ഞങ്ങൾക്ക് മറ്റന്നാൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിലും ഞാൻ ഇന്ന് ചെയ്ത് നോക്കും. എന്നിട്ട് വേണം നാളെ എനിക്ക് അതിൻ്റെ ബാക്കി പരിപാടി കഴിഞ്ഞിട്ട് മറ്റന്നാൾ അവിടെ കൊണ്ടു കൊടുക്കാം. ഹിന്ദിയുടെ കാര്യത്തിൽ ഞാൻ മിക്കപ്പോൾ ഫസ്റ്റ് കൂട്ടെ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദിയിൽ ഒരു ചൊവ്വാഴ്ച നിൽക്കണം, ബുധനാഴ്ച സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കൊണ്ട് കൊടുക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഹിന്ദി. എനിക്കും BM-നും കഴിഞ്ഞ പ്രാവശ്യം 29 മാർക്ക് ഉണ്ടായിട്ടോ 30-ൽ. ഞങ്ങൾ രണ്ട് ക്ലാസ്സാണ് കോപ്പി അടിച്ചെന്നാരും പറയത്തില്ല. ഞങ്ങൾ രണ്ട് ക്ലാസ്സായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഹിന്ദിയിൽ മാർക്ക് വേണമെന്ന്. പിന്നെ വേഗം തന്നെ 12 പീസാണ് ഞാൻ കട്ട് ചെയ്തത്. അതുകൊണ്ട് വേഗം തന്നെ ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് ഞാൻ വെച്ചു. അപ്പോൾ നാളെ നമുക്കത് ഒട്ടിച്ച് അതിൻ്റെ പേരൊക്കെ എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. എളുപ്പപ്പണി നമുക്കത് നോക്കാൻ കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വേഗം തന്നെ ഇംഗ്ലീഷ് പരിപാടിക്ക് നിന്നു. എനിക്ക് ഹോംവർക്കൊന്നും ഉണ്ടായില്ല, ഞാൻ പറയില്ലേ. അപ്പോൾ എനിക്ക് ഒരു ചെറിയ വർക്കാണ്, എന്ന് വെച്ചാൽ കളർ അടിക്കാൻ ഉണ്ടായിട്ടോ. ഒരു ബർത്ത്ഡേ കാർഡ് അതിന് 2-3 ഉണ്ടായി. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചു. പിന്നെ രണ്ടാമത്തേൻ്റെ ബാക്കി ചെയ്യാനുണ്ടായിരുന്നു, അത് പെട്ടെന്ന് ചെയ്ത് വെച്ചു. മൂന്നാമത്തേന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഐ ലാവ് പിങ്കും ബ്ലൂ ഉണ്ടോ, അത് എൻ്റെ ബർത്ത്ഡേ കാർഡ് ഞാൻ തട്ടിക്കൂട്ടിട്ട് ചെയ്തതാണ്. അപ്പുറത്തെ ബർത്ത്ഡേ കാർഡ് നമ്മൾ പാടത്തിലെ ക്യാരക്ടറിന് പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് മടിയായിട്ടാണ് ഞാൻ ചെയ്തതെന്നുണ്ടെങ്കിലും നമ്മളങ്ങോട്ട് എഴുതണം അല്ലേ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ എഴുതി. അപ്പോൾ എന്താ, ഞാൻ ഒരു ഗിവ് അവേ ഒക്കെ നടത്താൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ പറഞ്ഞ കൂട്ടുന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ചെയ്യും കേട്ടോ. ക്ലാസ്സിൽ അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഞങ്ങൾക്ക് അതിന് എന്തോ പരിപാടി സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കളറടിക്കൽ പരിപാടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല. സോ അതിൽ ഞാൻ ഉപജില്ല ആ ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നല്ല സന്തോഷം ഉണ്ടായിരുന്നു, സെലക്ഷനൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പങ്കെടുക്കും. അതൊക്കെ ശാസ്ത്രമേളയുടെ തിരക്കിനാണ് ഇത്രയും നോട്ട്സൊക്കെ പെൻഡിങ് ആയത്. അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.